എല്ലാവർക്കും ഈസി സ്നാക്സോട് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ അച്ചാറാണ്. നമ്മൾ ഇതിനു മുമ്പ് തന്നെ കല്ലുമ്മക്കായ പുഴയിൽ പോയി വാരുന്ന ഒരു എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നാളെ ഞാൻ കല്ലുമ്മക്കായ അച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പി എങ്ങനെയെന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എപ്പിസോഡാണ് ഇത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ആ കല്ലുമ്മക്കായ പുഴയിൽ പോയി വാരുന്ന എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്താ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും പോയി കാണാം, എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ വാരിക്കൊണ്ട് വന്ന കല്ലുമ്മക്കായ വെച്ചിട്ട് ഞാൻ ഒരു അസൽ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയായിട്ട് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒട്ടും ടൈം കളയാതെ നമ്മൾ കിച്ചണിലോട്ട് പോയിട്ട് എങ്ങനെയാണ് സൂപ്പർ ആൻഡ് ടേസ്റ്റി ഒരു കല്ലുമ്മക്കായ അച്ചാർ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. നമ്മൾ പുഴയിൽ നിന്ന് വാരിക്കൊണ്ടുവന്ന കല്ലുമ്മക്കായ ഞാൻ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളമൊന്നും ഇല്ലാതെ ഒരു ഉരുളിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊരു സീ ഫുഡ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കണം. പരുവമാവണം വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഒത്തിരി മൂത്ത് പോകരുത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെളുത്തുള്ളിയും കാന്താരിമുളകൊക്കെ കടിക്കാൻ കിട്ടണം അച്ചാറിൽ. അതിലോട്ട് ഞാൻ അതൊരു മീഡിയം പരുവമായി വരുന്നതിന് ശേഷം ഒരു 1/2 കപ്പ് വേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക് പൊടി, മുളക് പൊടി ഇത്രയും വെള്ളം ചേർത്ത് അരച്ച മിക്സാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഈ മിക്സിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റണം. ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്, ചതച്ച മുളക് പൊടി. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കൂട്ടിൻ്റെ എല്ലാം പച്ചമണം മാറണം. പച്ചമണം മാറി ഈ കൂട്ടിലോട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് തീയിൽ വെച്ചേക്കണം. അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട്
ഒരു 1/2 കപ്പ് വിനീഗർ ചേർക്കണം. വിനീഗർ ആവശ്യത്തിന് ചേർക്കാം, പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ടുണ്ട് നമ്മുടെ കല്ലുമ്മക്കായ. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചായിരുന്നു. അതിലോട്ട് ഞാൻ ഒരു 1/2 കപ്പ് വിനീഗറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ചുരുക്ക. അപ്പോൾ വിനീഗർ പുളിക്കനുസരിച്ച് ചേർക്കാം. വിനീഗർ ചേർത്ത് കഴിയുമ്പോഴേക്കും ഉപ്പിൻ്റെ ബാലൻസും കൂടി നോക്കിയിട്ട് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കല്ലുമ്മക്കായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇറച്ചി, മീൻ, ചെമ്മീൻ എന്ത് വേണമെങ്കിലും ഈ സെയിം റെസിപ്പിയിൽ നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതേവരെ സ്റ്റേ ഹെൽത്തി. ബൈ.